സുഹൃത്തുക്കളെ ഓരോരുത്തരായിട്ട് തിരിച്ചെത്തിയിട്ടാ. ബോട്ടിൽ പോയ സംഭവം അടിപൊളിയാ. എത്ര 1 മണിക്കൂർ സഞ്ചരിച്ചാ? 3/4 മണിക്കൂർ അല്ലേ? 2 പേരല്ലേ? കയാക്കിങ് അല്ലേ? അത് ശരി. പെഡൽ ബോട്ട് കുറച്ച് എന്താ പാട്? കുറച്ച് നമുക്ക് കാല് കടയോ? കാല് കടച്ചിട്ട് അതിൻ്റെ ശരിയാണ്. സ്പീഡ് ഇതാണല്ലോ അല്ലേ? ഇത് നമ്മൾ പഠിച്ചിരിക്കണ ആളൊപ്പം വേണ്ട അല്ലേ? ഓക്കെ, താങ്ക് യു. എന്താണ് നമ്മൾ പോയി വന്നല്ലേ? എത്ര 1 മണിക്കൂർ എടുത്താ? 1/2 മണിക്കൂറാ? അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണോ? എവിടുന്ന് വരണേ? കുന്നംകുളത്തുനിന്ന് വരണല്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, കുറേ ബോട്ടുകൾ പുഴയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മളെ ഈ സ്ഥലം വരുന്നത് നമ്മളെ പുളിക്കക്കടവ് തൂക്കുപാലം ഭാഗത്താണ്. ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. റോപ്പ് വേ ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്. അങ്ങനെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഇവിടെ കളിക്കാനും ഉല്ലസിക്കാനുള്ള പാർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ തൂക്കുപാലത്തിൻ്റെ മേലെ കയറിയിട്ട് കുറേ കാര്യങ്ങൾ കാണാം. അതുപോലെ അഡ്വഞ്ചറിൽ സൈക്ലിങ്, പിന്നെ ഇതിൽ നടക്കൽ, നെറ്റിൽ നടക്കൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ. അരമണിക്കൂറിന് 100 രൂപയാണ് പെഡൽ ബോട്ട്. അല്ല, പെഡൽ ബോട്ടും കയാക്കിങ്ങും അങ്ങനെ തന്നെയാണ്. 2 ആൾ കയറി കഴിഞ്ഞാൽ 200 രൂപയാണ്. പിന്നെ 4 ആൾ കയറുന്നുണ്ട്. 4 ആൾ കയറുന്ന പെഡൽ ബോട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് നിങ്ങളെ കൂടെ ഒപ്പം വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാണ്ട് പോവുകയും ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് തനിയെ പോവാം. ഓക്കെ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മൾ കുന്നംകുളം ഭാഗത്തുനിന്നും ഗുരുവായൂർ ഭാഗത്തുനിന്നും അങ്ങനെ പല ഭാഗത്തുനിന്നും ആൾക്കാർ, ദൂരങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസാണ് ഇത്. ഒരു ടൈം പാസും കൂടിയാണ്. ഇപ്പോൾ നോമ്പ്, പെരുന്നാൾ, ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ വിഷു, പിന്നെ സ്കൂൾ പൂട്ട്, ഒരു 2 മാസം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. അതാണ് നമ്മളെ തൂക്കുപാലം, നമ്മളെ പുളിക്കക്കടവ്, പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലത്തിലാണ് ഈ സ്ഥലമുള്ളത്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ വരിക, നിങ്ങളെല്ലാവരും കായലിനരികെ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ റോട്ടിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ലെഫ്റ്റിലേക്ക് വരിക. ഓക്കെ. പുത്തമ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ്, പൊന്നാനിയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇന്നലെ നല്ല തിരക്ക്, ഇന്നലെ ഗംഭീര തിരക്കായിരുന്നു. ഇന്നലെ ഇവിടെ ഗാനമേള ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ ഉള്ള സുഹൃത്തുക്കളെ, കുറേ വീഡിയോ എടുത്തപ്പോൾ ഒരു ചായ കുടിക്കട്ടെ. തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു പിന്നെ ചായക്കട. അത് പുള്ളാലാസാണ്. പിന്നെ വരുന്ന വരവിൽ കുറേ ചായക്കടകളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ആദ്യം തുടങ്ങിയത്. ഇവിടെ ദോശ, ഇന്നിപ്പോൾ ദോശ ഉണ്ടോയെന്നുള്ള അറിയില്ല, പൊരിച്ച കടികളൊക്കെ ഉണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ കുറേ വീഡിയോ ചെയ്ത് പിന്നെ ചായ കുടിക്കാൻ ഒരു ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ അതിവിടെ ചായക്ക് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊരിക്കടികളും ചായകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പുള്ളാലാസാണ് കഫേയാണ്. ഇത് കുറേ മുന്നുള്ളൊരു കഫേയാണ്. അത് കൂടാതെ തന്നെ ആ ഭാഗത്തൊക്കെ കുറേ കടകളുണ്ട്. ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു സംഭവം കേട്ടോ. നമ്മളെ റോപ്പ് വേ നമ്മൾ ഫസ്റ്റ് സഞ്ചരിച്ചൊരു സംഭവമാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ടിക്കറ്റ് കൗണ്ടർ ഈ ഭാഗത്താണ് കേട്ടോ. നമ്മളെ കായലിൻ ലീഗിലെ ടിക്കറ്റ് കൗണ്ടർ ഈ ഭാഗത്താണ്. നമ്മൾ കയാക്കിംഗ് ഒക്കെ ഇന്ന് ഫുള്ളായിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ ഓരോ നിരക്കുകൾ. ഓക്കെ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ നല്ല തിരക്കുണ്ട്. കയാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഹൗസ്ഫുള്ളാണ്. നമ്മളെ ഇപ്പോൾ റോപ്പ് വേലാണ്, പിന്നെ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇപ്പോൾ ഫുള്ള് ആൾക്കാർ തരിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ പൊടിക്കക്കട തൂക്കുപാലത്തിൻ്റെ അടുത്തുള്ള കായലിനരികെ എന്നുള്ള സംഭവം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മളെ പെരുന്നാൾ, വിഷു, പിന്നെ നമ്മളെ വെക്കേഷൻ, സ്കൂൾ പൂട്ട്, ഒരു 2 മാസം ഒക്കെ ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഭയങ്കര തിരക്കാണിപ്പോൾ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് റോഡ് ബ്ലോക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ പോയി വന്ന് ഇനിയിപ്പോൾ അതാ മൂപ്പര് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, സുഖല്ലേ? എന്താ പേര്? ബിലാൽ ചങ്ങരംകുളം. ചങ്ങരംകുളം ബിലാൽ എപ്പോഴെത്തി ഇവിടെ? അപ്പോൾ നമ്മളിപ്പോൾ ഇത് സൈക്ലിങ്ങിലാണ് കയറുന്നത് അല്ലേ? റോപ്പ് വേ സഞ്ചരിച്ചാ? അത് കഴിഞ്ഞതാണ്, കാണാൻ പറ്റില്ല. എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് മറ്റേ നമ്മളെ പുളിക്കക്കട തൂക്കുപാലത്തിൻ്റെ അവിടെ എന്താണ് നിങ്ങളെ അടിപൊളിയല്ലേ? ഫീഡ്ബാക്കൊക്കെ അടിപൊളിയല്ലേ? കുട്ടികളായിട്ടൊക്കെ വരാൻ അടിപൊളിയല്ലേ? പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പാർക്കുണ്ട്. പിന്നെ എന്താണ് കുട്ടികൾക്ക് പറ്റുന്നതൊക്കെ ഉണ്ട്. ഭക്ഷണമുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സഞ്ചരിക്കല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ ബിലാൽക്ക് ഒന്ന് പോകണം, നമ്മളൊന്ന് കാണട്ടെ. ഒരു ലൈക്കൊക്കെ തന്നിട്ട് പോയി. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. എനിക്ക് 2000 അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ സൈക്ലിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് മേലേക്ക് പോവാണ്. റോപ്പ് വേയിൽ നമ്മൾ ഒരു പ്രാവശ്യം സഞ്ചരിച്ചതാണ്. അപ്പോൾ നമ്മൾ അതൊന്ന്, അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരുണ്ട് അവിടെ മേലെ. അപ്പോൾ ഒന്ന് പരിചയപ്പെട്ട എല്ലാവരും പോയിട്ട്. ഓക്കെ, താങ്ക് യു. മേലത്തെ കാഴ്ചയാണിത്. ഇത് നമ്മളെ സുഹൃത്താണ്. എൻ്റെ പേര് മുത്തു. എവിടെ സ്ഥലം? കാലടിയിൽ നിന്ന് വന്നിരിക്കണം മുത്തു. വേറെ ആരൊക്കെ ഉണ്ട് മുത്തുക്ക? എല്ലാ ഫാമിലി ഉണ്ട്. മുത്തുക്കാൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഹായ് കൊടുക്കുക എല്ലാവരും. ഓക്കെ,
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്താണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ മാസ്റ്റർ, റോപ്പ് വേൻ്റെ മാസ്റ്ററാണ് പോണത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടിട്ടാ 3 ആളും. ഓൾവേസ് മുത്തു ബ്ലോഗ്. മേലെ എന്താണെന്ന് ഉള്ള അറിയാമല്ലോ പോയിട്ട്. ഇതാണ് നമ്മളെ ഇത് നമ്മളെ ഏറ്റവും മേലെന്ന് എത്തിയില്ല, താഴത്താണിപ്പോൾ. മേലെന്നുള്ള കാഴ്ചയാണിത്. ഏറ്റവും മേലെന്നല്ല, കുറച്ച് താഴത്തുനിന്നാണ്. ഏറ്റവും മേലെ ഒരു സ്റ്റെപ്പ് കൂടി കയറാണ്ട്. ഇതാണ് നമ്മളെ തൂക്കുപാലത്തിൻ്റെ അവിടെയുള്ള സംഭവം. കായലിനരികെ ഇനി മേലെ കയറി കേട്ടെ. ഇവിടെ ആരും ഇല്ലാതുകൊണ്ട് എല്ലാവരും പോയാ. ഇനിയിപ്പോൾ റോപ്പ് വേന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാട്ടോ. അക്കരക്ക് പോയി ഇനി അക്കരെ നിന്ന് തിരിച്ച് വരുന്ന ആൾക്കാരാണ് ഇനിയുള്ളത്. 6 മണി വരെ തോന്നുന്നു ഇതിൻ്റെ ഒരു സമയം. എനിക്ക് തോന്നണം അങ്ങനെയാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഇവർ നിർത്തലാക്കും. അത് അവിടെ നിന്ന് തിരിച്ച് വരുന്നത്. ഇനി എല്ലാവരും ഒന്ന് തിരിച്ച് വരിക ചെയ്യട്ടാ. ഓക്കെ, മേലെ നിന്നുള്ള കാഴ്ച എഴുതിട്ടാ. ഇതാണ് ഇപ്പോൾ ടോപ്പിൽ ഏറ്റവും മേലെയാണിത്. ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർമ്മ റോട്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം ഇന്നലെ ഗാനമേള ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ള അറിയാൻ പറ്റും. ഇന്നൊന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ എന്താണ്, എല്ലാവരും വരട്ടല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ രാത്രി കാഴ്ചയാണ്. ഇവിടെ കായലിനരികെ, ബിയ്യം കായലിനരികെയുള്ള ഒരു സംഭവമാണ് ഇതിവിടെ. നമ്മളിവിടെ കയാക്കിങ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകലാണ് നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ രാത്രിയാണ്, രാത്രി കാഴ്ചയാണ് ഇതിട്ടാ. ഈ ഒരു കാഴ്ച 12 മണി വരെ ഉണ്ടാവും ആൾക്കാർക്ക് വരുന്നതും പോകുന്നതൊക്കെ. പിന്നെ നമ്മളെ റൈഡറിലൊക്കെ കയറുന്ന ഓരോ സമയങ്ങൾ പരിധി കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളെ റോപ്പ് വേയിൽ 8 മണി വരെ തോന്നുന്നു അല്ലേ? 8 മണി അല്ലേ? 10 മണി റോപ്പ് വേ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും. 10, 12, 11 മണി വരെ. കയാക്കിങ് ഏകദേശം ഫുള്ളായിക്കുന്നു. പക്ഷെ കയാക്കിങ് ഒക്കെ രാവിലെ തുടങ്ങും കേട്ടോ. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ 11 മണി 12 മണിയാവും. ഇതാണ് തൂക്കുപാലത്തിൻ്റെ ഇവിടുത്തെ ഒരു ഇത് ഫീലിംഗ്.